ഷിംല എന്നൊരു നാട്ടിൽ സൂര്യ എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. സൂര്യയുടെ അച്ഛന് ഒരു ചായക്കടയുമുണ്ട്. അവൻ രാവിലെ അവരെ സഹായിച്ച് സ്കൂളിലേക്ക് പോകുമായിരുന്നു. എന്നാൽ സ്കൂളിൽ സൂര്യയോട് ആരും അങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു. കാരണം അവൻ ഒരു ചായക്കടക്കാരന്റെ മകനല്ലേ. അവൻ എല്ലാവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പല ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലും ചേരണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ആരും അവനോട് സംസാരിച്ചതേയില്ല. അവൻ അതും മറികടന്ന് ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. ആരെങ്കിലും എന്റെ കൂടെ വീഡിയോ ഗെയിം കളിക്കുന്നോ? ഞാൻ കളിക്കാൻ വരാം. അയ്യേ, ഞാൻ ചായ ഉണ്ടാക്കാനല്ല, ഗെയിം കളിക്കാനാ വിളിച്ചത്. നീ വരണ്ട. സൂരി ഒരുപാട് വേദനിച്ചിരുന്നു. അവൻ വീട്ടിലേക്ക് പോയതും മുഖം താഴ്ത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി. സൂര്യയുടെ അച്ഛൻ ഇതെല്ലാം ശ്രദ്ധിച്ച് അവനു വേണ്ടി കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നു. എന്തു പറ്റി സൂരി? നീ നല്ല വിഷമത്തിലാണല്ലോ. ഇതാ കഴിക്ക്, നല്ല രുചിയുണ്ട്. അച്ഛാ, അച്ഛൻ എന്താ വേറെ ജോലിയൊന്നും നോക്കാത്തത്? അച്ഛന് ചെയ്യാൻ ഈ ഒരു ജോലി മാത്രമേ കിട്ടിയുള്ളൂ. ചായ കച്ചവടത്തിന് എന്താ കുഴപ്പം? ദിവസവും എല്ലാവർക്കും ഡിമാൻഡുള്ള സാധനമാണ്. ഇല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുക. അവരെന്നെ കളിക്കാനൊന്നും ചേർക്കുന്നതേ ഇല്ല. മോൻ എന്താ കളിക്കേണ്ടത്? ഇപ്പോൾ തന്നെ കളിക്കാം. അച്ഛന്റെ കൂടെ ഇല്ല, എനിക്ക് അവരുടെ കൂടെ കളിക്കണം. ഇങ്ങനെ പറഞ്ഞ് അവൻ ഒന്നും കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സൂര്യയുടെ അച്ഛനും സൂരി പറയുന്നത് കേട്ട് ഒരുപാട് വിഷമിച്ചു. കാരണം അദ്ദേഹം കാരണമാണ് സൂര്യയുടെ എല്ലാ ഫ്രണ്ട്സും സൂര്യയെ അവഗണിച്ചിരുന്നത്. അടുത്ത ദിവസം മുതൽ അദ്ദേഹം ചായ വിൽക്കുന്നതോടൊപ്പം വേറെ ഒരു ജോലിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് സൂര്യയുടെ സ്കൂളിൽ കുട്ടികളെ വെളിയിൽ ട്രിപ്പിന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ എല്ലാവരെയും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. അതിന് എന്തൊക്കെയാണോ ആവശ്യം എല്ലാം പാക്ക് ചെയ്തോളൂ കേട്ടോ. കുട്ടികളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. സൂരി വീട്ടിലേക്ക് വന്നതും തന്റെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൽ നിന്നും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുക. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തരൂ. കൊള്ളാമല്ലോ. അതെന്തായാലും നന്നായി. പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാത്രം നീ എടുത്തുകൊണ്ട് പോ. അവിടെ പോയി നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ശരി അച്ഛാ, ഉറപ്പായും. പിന്നെ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയണം. ഞാനൊരു പുതിയ ജോലി അന്വേഷിക്കുക. ഇനി മുതൽ നിന്റെ ഫ്രണ്ട്സിനോട് നീ അപമാനപ്പെടേണ്ട കാര്യമില്ല. അവർ നിന്നോട് ഇനി സംസാരിച്ചോളും. സത്യമായിട്ടും? അതെ. സൂരി സന്തോഷത്തോടെ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലേക്ക് ട്രിപ്പ് പോകാനുള്ള ദിവസവും വന്നു. എല്ലാവരും ആ കാട്ടിലേക്ക് പോയതും അവർ ട്രെക്കിംഗ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും 4 ഗ്രൂപ്പ് ആക്കാൻ പോകുക. അതിൽ ഒരാൾ ലീഡറായിരിക്കും. അവരെല്ലാവരും ഒത്തൊരുമയോടെ എല്ലാ ജോലിയും ചെയ്യണം. എല്ലാവരും ലീഡർ പറയുന്നത് കേൾക്കണം കേട്ടോ. എല്ലാവരും അവരുടെ ബാഗും എടുത്ത് ട്രെക്കിംഗ് തുടങ്ങി. ആരെയാ ലീഡർ ആക്കിയത്? ഇവന് ചായ അല്ലാതെ വേറെ ഒന്നും അറിയില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ സൂര്യയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ അയാന് ക്ഷീണമായി. ശരി, ഇവിടെ കുറച്ചു നേരം നിൽക്കാം, എന്തെങ്കിലും കഴിക്കാം. മറ്റുള്ളവരും സമ്മതിച്ച് അവർ അവിടെ തന്നെ നിന്നു. ഇല്ല, നമ്മൾ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ നിന്നാൽ ലേറ്റായി പോകും. കുറച്ചു സമയത്തിനുള്ളിൽ ഇനി നേരവും ഇരുട്ടും. എന്താ, ലീഡറായെന്ന് വെച്ച് ഞങ്ങൾക്ക് ഓർഡർ ഇടുവാണോ? ഇല്ല, ഞങ്ങൾ വരില്ല. നീ വേണമെങ്കിൽ പൊയ്ക്കോ. ഞങ്ങൾക്ക് കുറച്ച് കഴിക്കണം, എന്നിട്ടേ വരൂ. പോ. സൂരി എത്ര പറഞ്ഞിട്ടും അവർ അവിടെ തന്നെ നിന്നു. ലീഡർ ആയതുകൊണ്ട് സൂര്യക്ക് അവരെ വിടാൻ സാധിച്ചില്ല. അവനും അവരുടെ കൂടെ തന്നെ നിന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ടീച്ചറും മറ്റു കുട്ടികളും അവർ മുൻപിലേക്ക് പോയി. എന്നാൽ ഇവർ അതേ സ്ഥലത്ത് തന്നെ നിന്നു. കുറച്ചുനേരം വിശ്രമിച്ച് കഴിച്ചതിന് ശേഷം അവരെല്ലാവരും തിരിച്ച് ട്രെക്കിംഗ് തുടങ്ങി. എന്നാൽ അന്ന് വളരെ വേഗം സൂര്യൻ അസ്തമിച്ചു. അതുകൊണ്ട് അന്തരീക്ഷവും ഇരുട്ടായി. അയ്യോ, രാത്രിയായല്ലോ. ഇപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികളും പേടിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം വന്നെന്നാൽ അവിടെ നിന്നും പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ എനിക്കും വഴിയറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചത്തിൽ വിളിക്കണമെന്ന്. ഉടനെ എല്ലാവരും ചേർന്ന് ടീച്ചറിനെയും ബാക്കിയുള്ള കുട്ടികളെയും ഒച്ചത്തിൽ വിളിച്ചു. എന്നാൽ അതിലൊരു പ്രയോജനവുമില്ലായിരുന്നു. ടീച്ചർ, ടീച്ചർ, ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? ഞങ്ങളിവിടെ പെട്ടു. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ശബ്ദമുണ്ടാക്കി നോക്കി. എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല. നമ്മൾ ഒരുപാട് പിന്നിലായിപ്പോയി.
നമുക്ക് മുൻപോട്ടുള്ള വഴിയും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഒരുപക്ഷെ നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്ക് വഴി തെറ്റും. ഇല്ല, നമ്മൾ ഇനിയും ട്രൈ ചെയ്യണം. കൃത്യസ്ഥലത്ത് നമ്മൾ എത്തിയാലോ? രാത്രി ഒരുപാട് നേരമായി. മൃഗങ്ങൾ വല്ലതും വരുമോ? ടീച്ചർ നമ്മളെ അന്വേഷിച്ച് ഉറപ്പായും വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എല്ലാവർക്കും അത് ശരിയായി തോന്നി. അവർ അവിടെ തന്നെ താമസിച്ചു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ രാത്രിയുമായി. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും തീരുന്നുണ്ടായിരുന്നു. അയ്യോ, ഭക്ഷണമെല്ലാം തീർന്നു. കുറച്ച് കഴിയുമ്പോൾ വെള്ളവും തീർന്നു പോകുമല്ലോ. ഇപ്പോൾ ഉള്ളത് കഴിക്കാം, എന്നാൽ പോകണമല്ലോ. എന്നാൽ എവിടെ പോകും? റോഡ് എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കിവിടെ പേടിയാകുന്നു. ഏതെങ്കിലും മൃഗം വന്നാൽ എന്ത് ചെയ്യും? അയ്യോ, നന്നായി തണുക്കുന്നുണ്ടല്ലോ. എനിക്കും തണുക്കുന്നു. ഞാൻ തീ കത്തിക്കാം. അവരെല്ലാവരും ചേർന്ന് തീയും കത്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കത്തുന്ന തീയും കുറയാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യും? തീയും കെട്ടുപോകുന്നല്ലോ. കാട്ടിലെ മൃഗങ്ങൾ വന്ന് കഴിക്കുന്നതിന് മുൻപ് ഇവിടത്തെ തണുപ്പ് കൊണ്ട് തന്നെ നമ്മൾ ചാകുമെന്ന് തോന്നുന്നു. സൂരി കുറച്ച് ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. എന്റെ ബാഗിനുള്ളിൽ ഒരു പാത്രവും ചായപ്പൊടിയും ഉണ്ട്. അതിൽ തീ കെട്ടുപോയാലും ചൂടുണ്ടായിരിക്കും. നമ്മളെയും ചൂടാക്കി നിർത്തും. സൂരി ഉടനെ ആ പാത്രം വെളിയിലെടുത്തു. പിന്നെ എല്ലാവരും അവരവരുടെ വെള്ളവും കൊടുത്തു. എന്നിട്ടും അപ്പോൾ വെള്ളം കുറവായിരുന്നു. അവിടെ തൊട്ടടുത്തായി കുറച്ച് മഞ്ഞുകട്ടകൾ കിടപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ചെന്ന് അതും കൈക്കലാക്കി. ആ ബ്ലാക്ക് ടീ ഉണ്ടാക്കി കഴിഞ്ഞതും അവർ കത്തിച്ച തീയും കെട്ടുപോയി. അത് കുടിച്ചപ്പോൾ എല്ലാവർക്കും കുറച്ച് ഉന്മേഷവും തോന്നി. എല്ലാവരും അവനെ പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അയാൻ മാത്രം ഒന്നും സംസാരിക്കാതെ അത് കുടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർക്ക് ഇലയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് പിന്നിലുണ്ടായിരുന്ന മരം നോക്കാൻ തുടങ്ങി. എന്താണെന്ന് നോക്കിയപ്പോൾ അത് അവരുടെ ടീച്ചറായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം തിരിച്ചു കിട്ടിയത്. ക്യാമ്പിലേക്ക് വന്നതിന് ശേഷം ടീച്ചർ എല്ലാവരെയും പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരായിരിക്കാനുള്ള കാരണം സൂര്യയാണെന്നുള്ളത് അയൻ പറഞ്ഞു. അയാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് സൂരി ഒരുപാട് സന്തോഷിച്ചു. സൂര്യയുടെ ഈ ബുദ്ധിസാമർഥ്യം കേട്ട് എല്ലാവരും അവനോട് സൗഹൃദം കൂടാൻ ആഗ്രഹിച്ചു. സൂര്യക്ക് ആ ടീ അപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികൾ അവന്റെ ഫ്രണ്ട്സേ ആകില്ലായിരുന്നു. ഇന്ന് ആദ്യമായി അവനൊരു ചായക്കടക്കാരനാണെന്നുള്ളതിൽ അഭിമാനിച്ചു. അടുത്ത ദിവസം ഒരുപാട് സന്തോഷത്തോടെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി നടന്ന എല്ലാ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞു. ആഹാ, അതെന്തായാലും നന്നായി. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് വേറെ ഒരു ജോലി കിട്ടി. സൂരി ഇത് കേട്ട് ഒരുപാട് ഷോക്കോടെ വിഷമിക്കാൻ തുടങ്ങി. വേണ്ടച്ചാ, അച്ഛൻ ജോലി മാറ്റേണ്ട ഒരു കാര്യവുമില്ല. അച്ഛൻ ഏത് ജോലി ചെയ്താലും അത് നല്ല ജോലിയാണ്. അതുപോലെ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ലെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. സൂര്യയുടെ അച്ഛൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ സൂരി ഒരുപാട് സന്തോഷത്തോടെ തന്റെ അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ സൂരി സ്കൂളിൽ എത്തിച്ചേർന്നതും എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം അവനുമായി കളിക്കുകയും ചെയ്തു. ദൂരെ ഒരു ദേശത്ത് ജോർജ് എന്ന പേരുള്ള രാജാവുണ്ടായിരുന്നു. ജോർജിന് ഒരൊറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ, എലൈസ. എലൈസ ഒരിക്കലും കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അവളുടെ കൈ എപ്പോഴും പുറകിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആഹാരം മറ്റൊരാളാണ് വാരി കൊടുക്കുന്നത്. അച്ഛാ, ഞാൻ എന്തിനാ ഇങ്ങനെ? മറ്റേ കുട്ടികളെ പോലെ എനിക്കെന്താ പുറത്തു പോകാൻ പറ്റാത്തെ? വസ്തുക്കൾ എന്താ തൊടാൻ കഴിയാത്തെ? എന്റെ പൊന്നു മോളെ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും എന്റെ കയ്യിലില്ല. നീ ജനിച്ചപ്പോ തൊട്ട് ഇതുപോലെ തന്നെയാണ് ഉള്ളത്. കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരെ നീ ഏതെങ്കിലും വസ്തുവിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് എരിഞ്ഞ ചാമ്പലാകും. നീ ആദ്യം തൊട്ട് നിന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് നിന്റെ അമ്മ ഈ ലോകത്ത് ജീവനോടില്ല. നിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വിടാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തിൽ ആർക്കെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ ആൾക്കാര് പേടിച്ച് ഈ രാജ്യം വിട്ടുപോകും. നിന്റെ കയ്യിൽ നിന്ന് തീ വരുമെന്നുള്ള വിവരം ഇന്ന് വരെ രാജ്യത്ത് ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ രഹസ്യം എനിക്ക്, നിന്റെ അമ്മ, വേലക്കാരി, പിന്നെ മാറിയ, ഈ 4 പേർക്ക് മാത്രമേ അറിയൂ. മറ്റാർക്കും രഹസ്യം അറിഞ്ഞൂടാ. രാജാവിന്റെ കൊട്ടാരത്ത് ഒരു പണിക്കാരി ഉണ്ടായിരുന്നു. പണിക്കാരിയുടെ മകൾ മാറിയ എലൈസയുടെ കൂട്ടുകാരിയായിരുന്നു. എലൈസ എപ്പോഴും കരയുന്നതാണ് മാറിയ കാണുന്നത്. എലൈസയുടെ സങ്കടം മാറിയയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം മാറിയ എലൈസയോട് പറഞ്ഞു, എലൈസ,
നിന്റെ അച്ഛൻ വ്യാപാരത്തിന്റെ കാര്യത്തിന് 15 ദിവസത്തേക്ക് പുറത്തു പോവുക. നിനക്ക് വേണമെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ നിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാം. നിനക്ക് എത്ര നേരം വേണമെങ്കിലും ചുറ്റി കറങ്ങിയേച്ച് തിരിച്ചു വന്നാ മതി. ഈ കാര്യം ആരും അറിയാൻ പോകുന്നില്ല. ആരും അറിയാതിരിക്കാൻ അവരവരുടെ മുഖം മൂടി. എന്നിട്ട് കൊട്ടാരത്തിന്റെ പുറകിലുള്ള ഗേറ്റ് വഴി അവര് പുറത്തുപോയി. എലൈസ ആദ്യമായിട്ടാണ് കാട്ടില് കറങ്ങിയത്, മല കണ്ടത്, നദിയുടെ തീരത്തെത്തിയത്. സന്തോഷം കൊണ്ട് എലൈസയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. മാരിയ, കുറച്ചു നേരത്തേക്ക് നീ എന്റെ കൈയുടെ കെട്ടൂര്. വേണ്ട എലൈസ, അങ്ങനൊന്നും ചെയ്യല്ലേ. അങ്ങനെ ചെയ്യുന്നത് അപകടമായിരിക്കും. നീ എന്നെ ഇത്രയും സഹായിച്ചില്ലേ, ഈ ഒരു ആഗ്രഹം കൂടി തീർത്തതാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഈ നദിയിൽ എനിക്ക് എന്റെ കൈ ഒന്ന് കഴുകാൻ മാത്രം മതി. വെള്ളത്തിലാകുമ്പോ തീ കത്തില്ലല്ലോ. വേണ്ട എലൈസ, എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യിപ്പിക്കല്ലേ. പേടിക്കണ്ട, അഴിച്ചതാ. മാറിയ എലൈസയുടെ കൈ കെട്ടിയിരുന്ന കയറ് മുറിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ കൈ ഒന്ന് നനയ്ക്കാൻ പോകുന്നത്. എലൈസ കൈ നദിയിൽ ഇട്ട ഉടൻ തന്നെ നദിയില് തീ പിടിച്ചു. അത് കാരണം നദിയിലുള്ള വെള്ളം മുഴുവനും ഉണങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടു നിന്ന ഒരാൾ ഓടിച്ചെന്ന് നാട്ടുകാരോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. നാട്ടുകാരെ, ഒരു പെൺകുട്ടി ഈ നദിക്കകത്ത് അവളുടെ കൈയിട്ട് നദിയിലെ വെള്ളമെല്ലാം ഉണക്കി. അതൊരു യക്ഷിയാണെന്ന് തോന്നുന്നു. അതിനെ കൊല്ലേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഗ്രാമത്തിലെ ആൾക്കാര് മാറിയ എലൈസയുടെ പുറകെ കൂടി. എലൈസയും മാറിയും അവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടുന്ന സമയത്ത് ഏതെങ്കിലും വസ്തുവിന്റെ മേല് എലൈസയുടെ കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് എരിയാൻ തുടങ്ങി. മാറിയ, നമ്മള് കൊട്ടാരത്തിന്റെ എതിർഭാഗത്താണല്ലോ ഓടുന്നത്. നമ്മൾ ഇനി കൊട്ടാരത്ത് എങ്ങനെ എത്തും? എനിക്കതൊന്നും അറിഞ്ഞൂടാ. എലൈസയും മാറിയും വഴി കിടന്നിരുന്ന പുല്ലിന്റെ മേലെ ചവിട്ടി. എന്നിട്ട് നല്ല ആഴമുള്ള ഒരു കുഴിക്കകത്ത് ചെന്ന് വീണു. ഇവരെല്ലാം എങ്ങോട്ട് പോയി? അതിൽ ഇര കുടങ്ങിയെന്നാ തോന്നുന്നത്. അല്ല, ഇത് 2 പെൺകുട്ടികളാണല്ലോ. ആരാണ് നിങ്ങൾ എന്തിനാ മുഖം മൂടി ഇട്ടിരിക്കുന്നത്? എലൈസ ചെറുക്കനോട് കാര്യമെല്ലാം തുറന്നു പറയുന്നു. എന്റെ പേര് ജോൺ എന്നാണ്. എനിക്ക് ഒരു രഹസ്യ വഴി അറിയാം. ആ വഴിയെ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊട്ടാരത്തില് തിരിച്ചെത്താം. ആ രഹസ്യ വഴിയിലൂടെ എലൈസയും മാറിയും കൊട്ടാരത്തിൽ സുരക്ഷിതമായി എത്തി. മാറിയ പെട്ടെന്ന് എലൈസയുടെ കൈ കെട്ടി. രാജാവ് തിരിച്ചു വന്നപ്പോ ഏതോ പെൺകുട്ടി കൈ നദിയിലിട്ട് അവിടുത്തെ വെള്ളം മുഴുവൻ ഉണക്കിയെന്നറിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി എലൈസ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയെന്ന്. രാജാവ് നടന്നതെല്ലാം പണിക്കാരിയെ കൊണ്ട് പറയിപ്പിച്ചു. രാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹം മാരിയെ കൊട്ടാരത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പോ എലൈസയുടെ കൂട്ടിന് ആരുമില്ല. അവള് കഴിക്കാതെ ഉറങ്ങാതെ ഏതു നേരം കരഞ്ഞോണ്ടിരിക്കും. എലൈസയുടെ ദുഃഖത്തിന് വേറെ ഒരു കാരണമായിരുന്നു. എലൈസ ആ ചെറുക്കനുമായിട്ട് സ്നേഹത്തിലായത്. ആ ചെറുക്കനായിരുന്നു എലൈസയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നാക്കിയത്. ഒരു ദിവസം പണിക്കാരി എലൈസയുടെ അടുത്ത് ഒരു കത്തുമായിട്ടെത്തി. ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു സമ്മാനമുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവൻ ജോൺ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള വിവരം അവൾക്ക് മനസ്സിലായി. ജോണിനെ കാണാനുള്ള അവളുടെ ആഗ്രഹം കൂടി. അച്ഛാ, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ കൊട്ടാരത്തുനിന്ന് പുറത്തു പോട്ടെ. അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. ഇല്ല, എന്ത് സംഭവിച്ചാലും ശരി, നീ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം തരില്ല. ഇവിടെ ജോൺ എലൈസയെ കാണാൻ വേണ്ടി കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ കറങ്ങുമായിരുന്നു. അവസാനം ഒരു ദിവസം കൊട്ടാരത്തിനെ മതില് എടുത്തു ചാടി ജോൺ എലൈസയെ കാണാൻ അവിടെ എത്തി. സൈനികർ അവനെ പിടിച്ച് രാജാവിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. ഇവനൊരു കള്ളനാണെന്ന് തോന്നുന്നു. ഇവനെ തൂക്കിലേറ്റ്. ഇല്ല, ഞാൻ ഒരു കള്ളനല്ല. ഞാൻ നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഞാൻ 500 മൈൽ ദൂരെയുള്ള സ്ഥലത്തുനിന്ന് അത്ഭുത വെള്ളം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച എലൈസയുടെ കൈ എന്നേക്കുമായി ശരിയാകും. ഇനി നീ പറയുന്നത് ഒരു നുണയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഞാൻ നിനക്ക് മരണശിക്ഷ വിധിക്കും. രാജാവ് എലൈസയെ വിളിപ്പിച്ചു. എലൈസ, ഞാൻ ഈ സമ്മാനത്തെ കുറിച്ചാണ് നിന്നോട് പറഞ്ഞത്. ഇത് അത്ഭുതമുള്ള വെള്ളമാണ്. ഇതുകൊണ്ട് നിന്റെ കൈ ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. എലൈസ അത്ഭുതമുള്ള വെള്ളം കൊണ്ട് കൈ കഴുകിയപ്പം കത്തിക്കൊണ്ടിരുന്ന അവളുടെ കൈ അണഞ്ഞുപോയി. നീ എന്റെ മകൾക്ക് വേണ്ടി 500 മൈൽ ദൂരെ യാത്ര ചെയ്തു. എലൈസയ്ക്ക് നിന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആഘോഷത്തോടു കൂടി എലൈസയും ജോണിന്റെ വിവാഹം നടന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷമായി ജീവിച്ചു. ഹീരാലാൽ അവരുടെ ഗ്രാമത്തിലെ സർപഞ്ചായിരുന്നു. അയാൾക്ക് 2 പെൺകുട്ടികളാണ്, കരിഷ്മ, റവീണ. മൂത്ത മകൾ കരിഷ്മ ഏത് നേരം മുറിക്കകത്ത് തന്നെ ആയിരുന്നു. രവീണ, നിന്റെ മൂത്ത ചേച്ചി യക്ഷിയാണോ? ഏത് നേരവും വീട്ടിനകത്ത് തന്നെ ആണല്ലോ. റവീണയെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കളിയാക്കുമ്പം അവള് പാപം തിരിച്ചു വന്ന് അമ്മയും അച്ഛനോട് പറയും.
അമ്മേ, അച്ഛാ, കരിഷ്മ എന്നോടൊപ്പം എന്താ കളിക്കാത്തെ? നിങ്ങൾ അവളെ സ്കൂളിലും വിടാറില്ലല്ലോ. ഞാൻ എന്നും ഒറ്റയ്ക്കാ സ്കൂളിൽ പോകുന്നത്. അല്ല, അവൾ എന്തിനാ എപ്പോഴും മുറിക്കാതിരിക്കുന്നേ? അവളൊരു യക്ഷിയാണെന്നാണ് നാട്ടുകാര് പറയുന്നേ. കരിഷ്മ യക്ഷി അല്ല മോളെ. നീ പുറത്തു പോയി കളിക്ക്. കരിഷ്മയ്ക്ക് തീരെ സുഖമില്ല. അതുകൊണ്ടാണ് അവൾ ഏതു നേരം മുറിയിലുള്ളത്. റവീന അവിടുന്ന് കളിക്കാൻ പുറത്തു പോയപ്പോ ഹീരാലാലിന്റെ ഭാര്യ അയാളോട് പറഞ്ഞു, ഇനി എത്ര കാലമാണ് അവളെ ഇങ്ങനെ വീട്ടിനകത്തിരുത്താൻ പോകുന്നേ? അവളെ കുറിച്ചുള്ള സത്യം ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാർ അറിയുക തന്നെ ചെയ്യും. ഞാൻ അവൾക്ക് ജന്മം കൊടുക്കാതിരുന്ന ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കരയേണ്ട ഒരു ആവശ്യമില്ല. മീനാപൂർ എന്ന ഗ്രാമത്തില് അത്ഭുതം അറിയാവുന്ന ഒരു സിദ്ധനുണ്ട്. അദ്ദേഹത്തിന് ഇനി സഹായിക്കാൻ കഴിഞ്ഞാലും കരിഷ്മയെ ഞാൻ നാളെ അദ്ദേഹത്തിനെ കാണാൻ കൊണ്ടുപോകാം. അടുത്ത ദിവസം ഹീരാലാൽ കരിഷ്മയോടൊപ്പം ആ സിദ്ധനെ കാണാൻ അവിടെ പോയി. പ്രശ്നം എന്താണെന്ന് പറയൂ മകനെ. ഈ കുട്ടിയുടെ കൈകൾ എന്തിനാണ് നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നത്? സ്വാമി, പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഈ കുട്ടി എന്ത് സാധനത്തെ തൊട്ടാലും അത് ഐസായി മാറി മരവിക്കും. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇവളെ മുറിക്കകത്ത് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരാളെ ഇവള് തൊട്ടാൽ ആ മനുഷ്യൻ ഐസായിട്ട് മാറും. മോനെ, എനിക്ക് ഇവളുടെ കൈയൊന്നും ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇവൾക്ക് കയ്യിലിടാൻ ഒരു ജോഡി കയ്യൊറ തരാം. ഈ കയ്യൊറ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇടിപ്പിച്ചാൽ മതി. ഇത് കയ്യിൽ മരവിക്കില്ല. ഇത് ഇട്ടതിന് ശേഷം ഈ കുട്ടിക്ക് വീടിന് പുറത്തു പോകാൻ കഴിയും. കരിഷ്മയ്ക്ക് കയ്യൊറ കിട്ടിയപ്പം ഒരുപാട് സന്തോഷിച്ചു. കാരണം അവൾക്കിപ്പോ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കൈകൊണ്ട് തൊടാമായിരുന്നു. മോളെ, നിനക്കിപ്പം പുറത്തു പോകാം. പക്ഷെ ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ ആൾക്കാർ നിന്നെ കാണുമ്പോൾ പേടിച്ചോടും. ഇല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും നിന്നെ ചിലപ്പോ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാലോ. കരിഷ്മ അവളുടെ അനിയത്തിയോടൊപ്പം കളിക്കാൻ തുടങ്ങി. അവള് പുറത്ത് ചന്തയിലൊക്കെ പോയി എല്ലാം കറങ്ങി കണ്ടു. ആരെങ്കിലും കയ്യൊറയെ കുറിച്ച് ചോദിച്ചാ കയ്യിൽ അഴുക്ക് പെരളുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇട്ടേന്ന് അവള് പറയും. സർപഞ്ചിന്റെ മൂത്ത കുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു. അവള് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പം ആൾക്കാർ അവളുടെ സൗന്ദര്യം കണ്ട് അങ്ങ് അന്തിച്ചു പോയി. മുൻപ് ഗ്രാമത്തില് ഭൂരിയുടെ സൗന്ദര്യത്തെ കുറിച്ചായിരുന്നു ചർച്ച നടന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എല്ലാവരും കരിഷ്മയെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തേ. സർപഞ്ചിന്റെ മൂത്ത മകളെ കണ്ടോ? ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കയ്യിലെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ കുട്ടി കയ്യൊറ ഇടാറുണ്ട്. നാട്ടുകാരെ സംസാരം കേട്ടപ്പം ഭൂരിക്ക് ശരിക്കും ദേഷ്യം വന്നു. കയ്യിലെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ അവള് കയ്യൊറ ഇടുന്നേ? അതോ ഇനിയിപ്പോ കയ്യിലെ വൃത്തികൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ആ കയ്യൊറ അവളുടെ കയ്യിന് ഞാൻ ഊരും. ഭൂരിയുടെ ജന്മദിനം അടുത്തെത്താറായി. അവളുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കരിഷ്മയെ വിളിക്കാൻ വീട്ടിൽ ചെന്നു. കരിഷ്മ, നാളെ എന്റെ ജന്മദിനത്തിന്റെ പാർട്ടിയാണ്. നീ തീർച്ചയായിട്ടും വരണം. വരില്ലേ നീ? നീ വരില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. എന്നാ ശരി, ഞാൻ വരാം. രാത്രി കരിഷ്മ ഭൂരിയുടെ വീട്ടിലെത്തി. ഭൂരി മുന്നേ തന്നെ കേക്കില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. കരിഷ്മ കേക്ക് കഴിച്ചപ്പം അവൾ അവിടെ മയങ്ങി വീണു. അവൾക്ക് ബോധം തെളിഞ്ഞപ്പം അവൾ ഒരു കട്ടിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കയ്യൊറ ഇപ്പൊ കാണുന്നില്ല. എന്റെ കയ്യൊറ കാണുന്നില്ലല്ലോ. കരിഷ്മ കയ്യൊറ അന്വേഷിച്ച് മുറിയിലുള്ള അൽമാരി തുറന്നു. കൈയെടുത്ത് അൽമാരി തൊട്ടപ്പോ തന്നെ അത് മരവിച്ചു പോയി. അവള് അൽമാരിയുടെ വാതില് തൊട്ടു. വാതില് ഐസായിട്ട് മാറി മരവിച്ചു പോയി. കരിഷ്മ ജനൽ വഴിയെ എടുത്തു ചാടി പുറത്തു വന്നു. അല്ല, നീ ഇതിനെയാണോ അന്വേഷിക്കുന്നത്? അതെ, ഞാൻ ഇത് തന്നെ അന്വേഷിക്കുന്നേ. എന്റെ കയ്യുറ തിരിച്ചുതാ. ഞാൻ തരില്ല. എന്റെ കയ്യുറ തിരിച്ചു തരാൻ. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഞാൻ തരില്ല. നീ ഇതുപോലെ തന്നെ വീട്ടിൽ പോയാ മതി. കരിഷ്മ കയ്യുറ മേടിക്കാൻ മുൻപിലേക്ക് കൈ നീട്ടി. ഭൂരി അവളുടെ കൈ പുറകിൽ വെച്ചു. കരിഷ്മയുടെ കൈ അറിയാതെ ഭൂരിയെ തൊട്ടു. ഭൂരി ഐസായിട്ട് മാറി അങ്ങ് മരവിച്ചു പോയി. ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടു. കരിഷ്മ, നീ ഇതെന്താ ചെയ്തേ? ആ സ്ത്രീ അവിടെ ഒച്ചയിട്ടു. എല്ലാരും ഓടിവായോ നാട്ടുകാരെ, കരിഷ്മ യക്ഷിയാണ്. അവള് ഭൂരി ഐസാക്കി മാറ്റി. കരിഷ്മ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ഓടി ഓടി കരിഷ്മ കാടും കടന്ന് പുഴയുടെ അരികിലെത്തി. അവിടെ അവൾ ഒരു ചെറുക്കനെ കണ്ടു. നദിയുടെ ആ ഭാഗത്ത് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? വേണമെങ്കിൽ എന്റെ വള്ളത്തിൽ കയറിയിരിക്കാം. ശരി, ഞാൻ എന്റെ വള്ളത്തെ കയറിയിരിക്കാം. പക്ഷേ എന്റെ അടുത്തുനിന്ന് ദൂരെ നിൽക്കണം. കാരണം
എനിക്ക് വല്ലാത്ത ഒരു അസുഖമുണ്ട്. നീ എന്താ ചെയ്യുന്നേ? എന്റെ പേര് ബബ്ലു എന്നാണ്. ഞാൻ നഗരത്തുനിന്ന് ഐസ് മേടിച്ചോണ്ട് വരും, എന്നിട്ട് ഈ ഗ്രാമത്തിൽ അത് വിൽക്കും. നിങ്ങൾക്ക് എന്താ അസുഖം? ഞാൻ ഏതൊരു വസ്തുവിൽ തൊട്ടാലും അത് ഐസായിട്ട് മാറും. അതെയോ, അതാണോ കാര്യം? ശരി, നീ ഈ അസുഖത്തെ ശാപമാണെന്ന് ഒരിക്കലും വിചാരിക്കല്ലേ. ചെറുക്കൻ ഒരു തൊട്ടിക്കകത്ത് വെള്ളം നിറച്ചു. എന്നിട്ട് കരിഷ്മയോട് ആ വെള്ളത്തിനകത്ത് വിരലിടാൻ പറഞ്ഞു. കരിഷ്മ വെള്ളത്തിനകത്ത് വിരല് വെച്ചു. തൊട്ടിയിലെ വെള്ളം ഐസായിട്ട് മാറി. നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് എന്നെ വിവാഹം കഴിക്കാം. നീ ഇതുപോലെ തന്നെ എനിക്ക് ഐസ് ഉണ്ടാക്കിയ ഞാൻ അത് കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ എന്റെ ചെലവ് കുറയും. പക്ഷേ എന്റെ കയ്യുറകൾ എന്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മയും അച്ഛനും എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും. നീ അത് ഓർത്ത് വിഷമിക്കണ്ട. ഒരു കത്ത് എഴുതി തന്നാ മതി. ഞാൻ അത് നാട്ടിലുള്ള നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ കയ്യുറകൾ ഞാൻ എടുത്തിട്ട് വരാം. പുഴയുടെ അരികിലുള്ള ഒരു ഗ്രാമത്തില് കരിഷ്മ സുരക്ഷിതമായി താമസിക്കുന്നുവെന്ന് അമ്മയും അച്ഛനും കത്തെഴുതി. കത്തു കൊണ്ടുവരുന്ന ചെറുക്കനെ വിവാഹം കഴിക്കുന്നെന്നും പറഞ്ഞു. ബബ്ലു ആ കത്തുമായിട്ട് അവളുടെ അമ്മയും അച്ഛനെയും കാണാൻ പോയി. എന്തായാലും നന്നായി, മോൾ അവിടെ സുരക്ഷിതയാണല്ലോ. ബബ്ലു കയ്യൊറയുമായിട്ട് കരിഷ്മയുടെ അരികിൽ തിരിച്ചെത്തി. കരിഷ്മയും ബബ്ലുവും വിവാഹം കഴിച്ചു. എന്നിട്ട് സന്തോഷപൂർവ്വം അവരുടെ ജീവിതം നയിച്ചു.